അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അദ്ദേഹം വലിയൊരു പരിധിവരെ റിലൻറ്റ്ലെസ്, വിട്ടുവീഴ്ച കൂടാത്ത ഒരു പോരാളിയായിരുന്നു പാർട്ടിക്കകത്തും പുറത്തും. പക്ഷെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ധരിച്ചത് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ശരി ചെയ്യുന്ന ഒരു അപ്പററ്റസാണ്, സ്റ്റാലിനിസ്റ്റ് അപ്പറസിന് തെറ്റുപറ്റാൻ പറ്റില്ല, ഇൻഫോളിബിൾ ആണ് എന്ന് അദ്ദേഹം കരുതി 96 വരെ. പക്ഷേ 96-ന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഈ അപ്പററ്റസ് അത്ര നല്ലതല്ല. ഉമേഷ് ബാബു പറഞ്ഞത് വളരെ പൊയറ്റിക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഗുരു ചെയ്തതുപോലെ, ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലെങ്കിലും പറഞ്ഞു കാണും. അദ്ദേഹത്തിന് മനസ്സിലായി ഈ അപ്പററ്റസ് അത്ര മഹാത്ഭുതമല്ല. നമ്മൾ മഹാത്ഭുതമെന്ന് ഞാനടക്കം കരുതിയ ഈ അപ്പററ്റസ് അതിനൊരുപാട് ന്യൂനതകളുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം അതിനെതിരെ പൊരുതി. അദ്ദേഹം എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല, അദ്ദേഹം കട്ടളപ്പടിയിൽ നിന്നോ പുറത്തേക്ക് കൽവച്ചൊന്നും ഇന്ന് ചരിത്രത്തിന് ബാധകമല്ല. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത്, നഷ്ടങ്ങൾ സംഭവിച്ചാലും പരാജയങ്ങൾ, പ്രത്യേകിച്ച് 96-ലെ മാരാരിക്കുളം പരാജയം, ആ മാരാരിക്കുളം പരാജയം ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. തൻ്റെ പാർട്ടി അധികാരത്തിൽ വരികയാണ്, മുഖ്യമന്ത്രിയാവേണ്ട ആളാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് MLA സ്ഥാനത്ത് പോലും ഇല്ലാതായിട്ടും ആ ഒരു മനുഷ്യൻ അതിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്നു. പിന്നെ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യമൊന്നും ശരിയാണോ എന്നൊന്നും നോക്കേണ്ട സമയം ഇപ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നത്, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്നും അത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത്. സാധാരണ ഒരാൾ, ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി പോലും 70 വയസ്സ്, ഞങ്ങളൊന്നും 70 ആയിട്ടില്ല, എൻ്റെ അടുത്തേക്ക് എത്താറായി. 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ല, ജീവിതമില്ല, പിന്നെ എന്താ പറയുക, ഉമ്മർത്തിരിക്കുക എന്നുള്ളതാണ്. അതല്ല, 70 എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം ധാരാളം രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പല സർജറികൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയം, എനിക്ക് എൻ്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തരം പൊളിറ്റിക്സ് കേരളത്തിൽ കൊണ്ടുവന്നു. അതുവരെ നമ്മൾ വെട്ടിനിരത്തലിൻ്റെ VS-നെയാണ് കണ്ടതെങ്കിൽ പരിസ്ഥിതി സംരക്ഷകനായിട്ട് VS ട്രാൻസ്ഫോം ചെയ്തതാണ് നമ്മൾ കണ്ടത്. അന്ന് നമ്മൾ കാണുന്നത് എല്ലാ തരത്തിലുമുള്ള ചില ചെറിയ ചെറിയ എന്താ പറയുക, കൃഷിക്കാരോട് പോലും വാഴ വെട്ടി അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടല്ലോ. അതൊക്കെ ആ അദ്ദേഹത്തിന് ആ VS-നെ VS മറന്നു. VS ഒരു പുതിയ VS-ആയി. അദ്ദേഹം മതികാട്ടാനിലേക്കും അതുപോലെ തന്നെ വലിയ വലിയ ചെങ്കുത്തായ പാറക്കെട്ടുകളിലേക്കും കയറി ചെന്നുകൊണ്ട് ആരാണ് ഇവിടെ ഭൂമി പിടിച്ചെടുത്തതെന്ന് ചോദിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള പിന്നീട് കൂടുതൽ ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് അമേരിക്കയിലെ വെള്ളപ്പൊക്കങ്ങൾ പോലും, മേയർ മാത്രമല്ല, വെള്ളപ്പൊക്കങ്ങൾ പോലും ഓർമ്മിപ്പിക്കുന്നത് പരിസ്ഥിതിക്കെതിരായിട്ടുള്ള മനുഷ്യൻ്റെ നീക്കമാണ്, അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ നേതൃത്വത്തിലുള്ള പിടിച്ചുപറിയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ ഒരു കാലത്ത് കവികളുണ്ടായിരുന്നു. ഭരിക്കുന്നതാരാണ്? മതികെട്ടാൻ എന്ന് പറയുന്ന ഭൂമി ഒരു ഏറ്റെടുക്കപ്പെട്ടു, അത് അന്യാധീനപ്പെടുന്നു, അത് വീണ്ടെടുക്കാനുള്ള സമരത്തിലേക്ക് പോകുമ്പോൾ അതിന് സൗകര്യപ്രദമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. പ്രശ്നമേ അല്ല. ഞാൻ VS-നെ താങ്കൾക്ക് വളരെയധികം തെറ്റായ രീതിയിലാണ് താങ്കൾ ഈ ചർച്ച നയിക്കുന്നതെന്നുള്ള പറയുന്നതിന് അതിൽ ഖേദമുണ്ട്. UDF സർക്കാരിനെ ബാധിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ മറുപടി പറയുന്ന അഭിപ്രായം എനിക്ക് വിലയിരുത്തുമ്പോൾ നിങ്ങൾ LDF UDF-ലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. LDF UDF-ലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. മരിച്ചു കിടക്കുന്ന VS UDF ഉള്ള സമയത്തും ഉമേഷ് ബാബു ഇവിടെ ഇപ്പോ ചെക്കുട്ടി പറയുകയുണ്ടായി, ഒത്തുതീർപ്പുകളിലേക്ക് പോയി വിട്ടുവരണമായിരുന്നുവെന്ന്. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന 2 സന്ദർഭങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്ന് ഈ TP-യുമായി ബന്ധപ്പെട്ട ആ സംഭവമാണ്. അന്ന് 8:30-ക്ക് ഉറങ്ങാൻ കിടക്കുന്ന അദ്ദേഹം അന്നത് തെറ്റിച്ചു. എന്തിനാണ് സഖാവിന് ഈ അധികാരം? കൂടെയുള്ളവർ ചോദിച്ചു. TP-യുടെ കൊലപാതകം അവരെ അത്രയേറെ മുറിവേൽപ്പിച്ചിരുന്നു. പിന്നെ കോട്സാണ്, യുവത്വം വിട്ടുമാറാത്ത നിങ്ങൾക്ക് 90 കഴിഞ്ഞ എൻ്റെ മാനസികാവസ്ഥ അറിയില്ല. ഓരോ യാത്രയിലും എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഹേമം തട്ടുന്നുണ്ടെന്നറിയാമോ? പാർട്ടിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരിടമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കില്ലായിരുന്നു. ഇനി വേണമെങ്കിൽ അവരെന്നെ പുറത്താക്കിക്കോട്ടെ. ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാകൂ. ഇത് TP-യുടെ വധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണ്. ഇനി അടുത്തത് 2015 ആലപ്പുഴ സമ്മേളനത്തിൽ നിറങ്ങിപ്പോകുന്ന സന്ദർഭം. കുറച്ചു കഴിഞ്ഞ് VS മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. കട്ടിലിൽ കിടന്നുറങ്ങിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു മുഖത്ത്. ലുങ്കിയും ബനിയനും ഇട്ട് കസേരയിലിരുന്ന് VS പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് പോന്നു. പ്രകാശ് കാരാട്ട് സംസാരിച്ചില്ലേ എന്നായി അവിടെ ഉണ്ടായിരുന്നവർ. സംസാരിച്ചു. ഞാൻ നൽകിയ കത്തിൽ എന്താണ് തീരുമാനമെന്നാണ് ചോദിച്ചത്. PB ചേരണമെന്നാണ് അവർ പറഞ്ഞത്.
എന്നാൽ നിങ്ങൾ PBയും കൂടിയിരിക്കുക എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. അപ്പോൾ ശ്രീ ഉമേഷ് ബാബു, വേണമെങ്കിൽ പാർട്ടി പുറത്താക്കിക്കോട്ടെ എന്ന അത്രയും കടുത്ത നിലപാടിലേക്ക് VS പോയ രണ്ട് സന്ദർഭങ്ങളല്ലേ ഇത്? അതുകൊണ്ട് ഒത്തുതീർപ്പ് വിട്ടുവീഴ്ച എന്ന രൂപത്തിൽ കാണേണ്ടതാണോ VSനെ? കൂടാതെ പിയേഴ്സണും ശരിയായി പറഞ്ഞതുപോലെ വിമതത്വവും വിധേയത്വവും ഒരുപോലെ പ്രയോഗിച്ച ഒരാൾ എന്ന രൂപത്തിലല്ലേ VS കൂടുതൽ ശരിയാവുക? അല്ല, അതില് ഞാൻ പറയാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാല് 2016 നമുക്കത് ബ്ലണ്ടായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. 2011-16 കാലഘട്ടത്തില് പാർട്ടി വിട്ട് വേറൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് VS പല കുറി ആലോചിച്ചായിട്ട് എനിക്ക് നേരിട്ട് അറിയാം. അതിന് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, VSന്റെ പിറകിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകിൽ ആരുമില്ല. ഇപ്പോൾ ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ള, പ്രധാനമായിട്ടും വേണു മാതൃഭൂമിയാണ് ആശ്രയിക്കുന്നത്, ഈ പത്രത്തിൽ വന്നിട്ടുള്ളത് പലതും VSന്റെ ഓഫീസിലുണ്ടായിരുന്ന കുറെ ആളുകൾ പറഞ്ഞു കൊടുത്ത വിവരങ്ങളാണ്.